പിന്നെ ഇതിപ്പോ ഇന്നത്തെ ജനറൽ ബോഡി രണ്ടിലൊരു തീരുമാനം ഉണ്ടാവുമായിരുന്നില്ല. കാര്യം രാവിലെ യോഗം തുടങ്ങുമ്പോൾ തന്നെ ഭരണസമിതി പിരിച്ചുവിടണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ തുടങ്ങിയവർ വാർഷിക റിപ്പോർട്ട് പാസ്സാക്കുന്നതിന് ശക്തമായി എതിർക്കുന്ന സാഹചര്യം അതിനകത്തുണ്ടായി. അപ്പോൾ ഒന്നുകിൽ അത് പിരിച്ചുവിടപ്പെടുക, അല്ലെങ്കിൽ തനിയെ രാജിവെച്ച് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് ഏതാണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കരുതിയിരുന്നവരുണ്ട്. വിപിൻ, അതെ, തീർച്ചയായിട്ടും ഇന്ന് വന്നപ്പോൾ തന്നെ ഇത് കലുഷിതമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ ഈ ശ്വേതാ മേനോൻ അധ്യക്ഷയായിട്ടുള്ള ഈ ഭരണസമിതിക്ക് എത്ര നാളത്തെ ഒരു കാലാവധി അല്ലെങ്കിൽ എത്രത്തോളം ഒന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം കൊടുക്കും എന്നുള്ളതിൽ മാത്രമായിരുന്നു പ്രധാനമായും ചർച്ച. അതിനു മുൻപ് തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു ഒപ്പ് ശേഖരണം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ബാബുരാജും സിദ്ദിഖും ഉൾപ്പെടെയുള്ളവർ അതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്വേതാ മേനോൻ ഇന്നിപ്പോൾ ഈ സംസാരിച്ച ഘട്ടത്തിൽ താൻ മാറണമെന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ തന്നോട് ചോദിച്ചത് ശ്വേതയ്ക്കൊന്ന് മാറിക്കൊടുത്തുകൂടെ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ താൻ മാറണം എന്നുള്ളത് ഒരുപാട് പേരുടെ ആവശ്യമാണ്. അതൊരു സ്ത്രീ ആയതുകൊണ്ട് കൂടിയാണ്. അത് ആ രീതിക്കാവുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസമാണല്ലോ എന്നുള്ള നിലയ്ക്ക് വളരെ വൈകാരികമായിട്ടും ശ്വേതാ മേനോൻ സംസാരിച്ചു. ഒരു പക്ഷേ ഇനി അവരുടെ പ്രതികരണം ഉണ്ടാകും ഈ ഘട്ടത്തിൽ എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. മോഹൻലാൽ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ബാക്കി മുതിർന്ന നടന്മാരൊക്കെ എവിടെ പോയി? കൂടുതൽ മോഹൻലാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയിലെ അംഗങ്ങളായ മുതിർന്ന അഭിനേതാക്കളെ ഒന്നും അങ്ങനെ നമ്മൾ കാര്യമായി കണ്ടില്ല. മമ്മൂട്ടിയെ ഒന്നും കണ്ടേയില്ല അവിടെ നിന്നും. അപ്പോൾ അവരെവിടെ എന്ന ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ശ്വേതാ മേനോൻ അന്ന് അമ്മയുടെ ഭരണസാരഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പുകഴ്ത്തിയവരാണ്. നമ്മൾ വ്യക്തിപരമായി ഞാനടക്കം ഒരുപാട് പുകഴ്ത്തിയവരാണ്. ഒരു വനിത ആ നേതൃനിരയിലേക്ക് വരുന്നു എന്നൊക്കെയാണ് നടിയാക്കാൻ സംഭവം. അതിനുശേഷം WCC, അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നം ഹേമ കമ്മിറ്റി, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ശ്വേതയെ പുകഴ്ത്തിയത്. എന്തായാലും ആ വലിയ പുകഴ്ത്തലിൽ അധികാരത്തിലേക്ക് വന്ന ആ ഭരണസമിതി ആകെ ഇല്ലാതായി ഇറങ്ങിപ്പോന്നു അല്ലേ വിപിൻ? അതെ, ഒറ്റക്കെട്ടായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തൽ കുറച്ച് കാലമായി തന്നെയുണ്ട്. അതിൻ്റെ ഒരു പടപ്പുറപ്പാട് ഉള്ളിൽ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. ഒരു വിഭാഗം അത് ഒരു കാരണമാക്കുകയും അതിലൊരു അവിശ്വാസം കൊണ്ടുവരേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തുകയും ചെയ്തു. ഒന്നിൽ നിന്ന് ഒന്ന് എന്നുള്ള നിലയ്ക്ക് ആ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ആശ്മി ചോദിച്ചതുപോലെ തന്നെ ഇന്ന് മോഹൻലാൽ മാത്രമാണ് പ്രധാനമായും ആ മുതിർന്ന താരങ്ങൾ പട്ടികയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. മറ്റാരും തന്നെ വന്നിട്ടില്ല. മമ്മൂട്ടി ഇന്ന് പങ്കെടുക്കില്ലെന്ന് ആദ്യമേ അറിയിച്ചിരുന്നതാണ്. മറ്റ് യുവതാരങ്ങളുണ്ട്. അതായത് ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും ടൊവിന തോമസും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ ആരും തന്നെ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല. യോഗത്തിന് ആരും തന്നെ വന്നിട്ടില്ല. സാധാരണഗതിയിൽ വരികയും വലിയ നിലപാട് പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരു ആളുകളായിരുന്നു. പക്ഷേ അവരാരും തന്നെ ഇന്നലത്ത് വന്നിട്ടില്ല. ഇന്ന് ഏറ്റവും നിർണായകമായ യോഗമാണ് എന്നുള്ളത് നമുക്കും ഏറെക്കുറെ അറിയാമായിരുന്നു. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിലടക്കം ഈ അൻസിബയും ടിനി ടോമും നീനാക്കുറുപ്പും തമ്മിലൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലക്ഷ്മി പ്രിയയുമായിട്ടുള്ള വാക്തർക്കമുണ്ടായിരുന്നു. അത് പോലീസ് പരാതിയാവുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ തന്നെ ഇവർക്കൊക്കെ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതാണ്. അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ മാധ്യമങ്ങളിലടക്കം നഖശികാന്തം പരസ്പരം ചെരുവാരി എറിയുന്ന ഒരു നിലയിലേക്ക് ഇവരൊക്കെ പോയതുകൊണ്ടായിരുന്നു അന്ന് ഇവർക്ക് നോട്ടീസ് നൽകിയത്. ഇതിന് കാരണം കാണിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് ഒരു മറുപടിയും അൻസിബ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടില്ല. അപ്പോൾ എന്ത് നടപടി അവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആകെ ഭരണസമിതി ഇപ്പോൾ രാജിവെച്ചു എന്നുള്ള വിവരം വരുന്നത്. ഉണ്ണി ശിവപാലിനെ മെയ് 12-ാം തീയതി മാറ്റി നിർത്തിയിരുന്നു. തനിക്ക് നേരെ ഉണ്ടായതൊരു നീതി നിഷേധമാണ് എന്ന് ട്രഷറർ തന്നെ പറയുകയാണ്. ഈ കണക്കുകളൊക്കെ തന്നെ അവതരിപ്പിക്കേണ്ട ട്രഷറർ തനിക്ക് തന്നെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതും താൻ ഏത് കോടതിയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഈ നേതൃത്വത്തിന് മുൻപിൽ സമർപ്പിക്കാമെന്നുള്ളതും ഒരു സ്റ്റാഫിനെതിരെ പോലും താൻ ഒരു തൊഴിൽ പീഡനം എന്നുള്ള പരാതി നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് തൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് പറഞ്ഞു. അത് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ജനറൽ ബോഡിയിൽ അതിനെല്ലാം തീരുമാനമുണ്ടാകും എന്നുള്ളത് ഇന്നലെ ഉണ്ണി ശിവപാലിൻ്റെ വീഡിയോ സന്ദേശം പുറത്തു വരുന്നു. അപ്പോൾ ഇത് വളരെ കുക്കഡായിട്ട് തന്നെ ഇത്തരത്തിൽ ഇത് പറയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു അവിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളത് തീർച്ചയാണ്. അത് ഒരു പക്ഷേ വിജയിച്ചിരിക്കുന്നു. താനൊരു സ്ത്രീ ആയത് തിരിച്ചടിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. മാത്രവുമല്ല, തനിക്കെതിരായി ഒരു വിഭാഗം പ്രവർത്തിച്ചു എന്ന സൂചനയല്ല, അത് വളരെ വ്യക്തമാണല്ലോ അതിൽ.
അതെ, ആ രീതിക്ക് തന്നെയാണ് ശ്വേതാ മേനോൻ പറയുന്നത്. വളരെ വൈകാരികമായിട്ടായിരുന്നു ശ്വേതാ മേനോന്റെ ഇന്നത്തെ പ്രസംഗം ഉണ്ടായത്. താൻ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിൽ വരുമ്പോൾ അത് പലർക്കും അതിൽ വലിയ അനിഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ പറയാതെ പറയുന്നുണ്ട്. പലപ്പോഴും അത് വളരെ പരസ്യമായി തന്നെ അവർ പറയുന്നുണ്ട്. അത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ കണക്കുകൾ അവതരിപ്പിക്കുന്നതിലെ ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ ഇതിനു മുൻപും ട്രഷറർ ഇല്ലാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വാർഷികമായിട്ടുള്ള ജനറൽ ബോഡി നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ മാത്രം ഉയർന്നു വരുന്നതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് തന്നെ ശ്വേതാ മേനോൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ പറഞ്ഞത് ആ രീതിക്കുള്ളൊരു അനുസരണ സ്വഭാവത്തിലേക്ക് പോകുന്നില്ല, കാരണം കാണിക്കൽ നോട്ടീസിന് പോലും മറുപടി നൽകുന്നില്ല. അങ്ങനെ ഒരു കൈവിട്ട പട്ടമായി പലപ്പോഴും അമ്മ സംഘടന പോകുന്നു എന്നുള്ളത് അകത്തു നിന്ന് തന്നെ വലിയ ഭിന്നസ്വരം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജനറൽ ബോഡി നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അധ്യക്ഷ മാത്രമല്ല, ഇപ്പോൾ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളുമാണ് രാജിവെച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി അമ്മയിൽ വന്നിട്ടുള്ള വനിതാ നേതൃത്വമാണ്. ഒരു വർഷം പോലും തികയ്ക്കുന്നതിന് മുൻപ് വളരെ സുപ്രധാനമായി ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 3 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കണം. ഒപ്പം തന്നെ അതിനു മുൻപ് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യണം. ഇവരുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.